പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് സംബന്ധിച്ച് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ബൈസരൻ വാലിയിൽ സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം തുറന്നു പറയുന്നു. ഈ വെളിപ്പെടുത്തൽ ആരെ സംരക്ഷിക്കാനാണെന്ന ചോദ്യമുയർത്തി കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഈ അപകടമുണ്ടായ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ച തരത്തിൽ, കാരണം ഇന്റലിജൻസ് വീഴ്ച ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ പറയുന്ന ഭാഗത്ത് അന്ന് സീസണാണ് ആ ടൈമിൽ. അപ്പോൾ നിരവധി വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. അവർക്ക് പോലും, എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പോലും ഒരു പരിശോധനയും ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ മനോജ് സിൻഹ പറയുന്ന കാര്യം? യഥാർത്ഥത്തിൽ പഹൽഗാമിൽ എന്താണ് സംഭവിച്ചത്, അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി മനോജ് സിൻഹ പറയുന്നുണ്ട്. അതായത് ബൈസരൻ വാലിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുള്ള ഒരു മുറി പോലും ഉണ്ടായിരുന്നില്ല. ഈ സഞ്ചാരികളെ ഭീകരർ വെടിവെക്കും അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുമെന്ന ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് മനോജ് സിൻഹ പറയുന്നുണ്ട്. എന്തായാലും ഈ സഞ്ചാരികൾക്കെതിരെയുള്ള ആക്രമണം അത് ജമ്മു കാശ്മീരിൻ്റെ സാമ്പത്തിക മേഖലയെ മോശമായി ബാധിക്കുമെന്നും പ്രാദേശികമായി ജനങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാക്കുമെന്നും അത് ഭീകരർക്കെതിരെ പ്രാദേശിക വികാരം ഉണ്ടാക്കാൻ കാരണം ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സഞ്ചാരികളെ അധികം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതില്ല, അധികമൊന്നും സെക്യൂരിറ്റി ജീവനക്കാർ അവിടെ വേണ്ടതില്ല എന്നൊരു ധാരണയിലേക്ക് അവിടുത്തെ സർക്കാർ എത്തിയത്. എന്തായാലും അത് കുഴപ്പമായി എന്ന് തെളിയിക്കുന്ന, സ്വയമേ അത് മനസ്സിലാക്കിയ ഒരു പ്രസ്താവനയാണ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇപ്പോൾ മനോജ് സിൻഹ പറഞ്ഞിട്ടുള്ളത്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഞാനാണ് അതിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷം ആദ്യം മുതലേ പറയുന്നുണ്ട് ഇതിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ആ കാര്യവും അന്വേഷിക്കണമെന്നുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോഴെങ്കിലും 82 ദിവസത്തിന് ശേഷമെങ്കിലും ഒരു പ്രസ്താവന നടത്തിയല്ലോ, ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ഒന്നുകിൽ രാജിവെച്ച് പോകണം അല്ലെങ്കിൽ അവരെ പുറത്താക്കണമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്.